ഈ മത്സരരംഗത്തെ സ്ഥാനാർത്ഥികളാണല്ലോ ഇപ്പോഴത്തെ ശ്രദ്ധാകേന്ദ്രം. അതിൽ UDFുമായി ബന്ധപ്പെട്ടാൽ ഒറ്റ പോയിന്റ്, കാരണം വൈകിയാണ് സ്ഥാനാർത്ഥികൾ വന്നത്. മണ്ഡലങ്ങൾക്ക് യോഗ്യരായവരല്ല പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളായത്. അത് പലരും കെട്ടിയിറക്കപ്പെട്ടവരാണ്. ചിലയിടങ്ങളിൽ പേയ്മെൻറ്റ് ആക്ഷേപം വന്നു, മണ്ഡലവുമായി ഒരു പരിചയവുമില്ലാത്ത ആളുകൾ വന്നു ചേർന്നു. ഇത് പ്രചാരണ രംഗത്ത് വീണ്ടും നിഴലിച്ചോ? ആ ഒരു പ്രശ്നം മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ പാലോട് രവി ഉദാഹരണത്തിന്, പാലോട് രവി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചയാളാണ്. ആ നിലയിൽ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയായില്ല. പലയിടങ്ങളിൽ ജോസഫ് വാഴക്കിനും ദീപ്തിയും സ്വാഭാവികമായി പാലോടുമൊക്കെ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാകണം. അങ്ങനത്തെ സാഹചര്യമൊക്കെ നേരത്തെ നിർബൻ സൂചിച്ചു. അപ്പോൾ ഇങ്ങനെ മണ്ഡലത്തിന് പാകമാകാത്ത സ്ഥാനാർത്ഥി നിർണയം എന്നത് ഇപ്പോഴും പ്രചാരണ രംഗത്ത് പലയിടങ്ങളിലും UDFിൻ്റെ വിജയസാധ്യത അല്ലെങ്കിൽ തിരിച്ചുപിടിക്കാമെന്ന് അവർ കരുതുന്ന മണ്ഡലങ്ങളിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരം മാത്രമല്ല ചോദിച്ചത്, അതിപ്പോൾ പത്തനംതിട്ടയിൽ അത്തരം ആക്ഷേപമുണ്ട്, കോട്ടയത്ത് അത്തരം ആക്ഷേപമുണ്ട്. മധ്യകേരളവുമായി ബന്ധപ്പെട്ട് പൊതുവിലും നിർബൻ അത് ഫോക്കസ് ചെയ്ത് നോക്കുന്ന ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ എന്തു തോന്നുന്നു? മറുഭാഗത്തിപ്പുറത്ത് LDFിനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് MLAമാർ, അവരുടെ ജനസ്വീകാര്യത, അവരുടെ മണ്ഡലങ്ങൾ നോക്കിയ കാര്യങ്ങൾ, സർക്കാരിൻ്റെ പദ്ധതികളെ ശ്രദ്ധയോടെ അവതരിപ്പിച്ച് പൂർത്തീകരിച്ചത്, അതിൻ്റെ ഒരു മികവ് പ്രചാരണ രംഗത്ത് ഇപ്പോഴും ഇടതുമുന്നണിക്ക് മികച്ച ഘടകമായി മാറുന്നുണ്ടോ? ഇതിനിടയിൽ BJP സ്ഥാനാർത്ഥികൾ പതിവ് പോലെ ആണ് പല മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു മികവോ വൈവിധ്യമോ ഒന്നും പലയിടങ്ങളിലും പലപ്പോഴും ഈ സമീപകാലത്തൊക്കെ അത്തരം ചില ഗിമ്മിക്കൊക്കെ BJP കൊണ്ടുവരാറുണ്ടായി. ഇത്തവണ അത്ര പോലും കാണാനില്ല. വളരെ സീനിയറായ നേതാക്കളൊന്നും പട്ടികയിലുമില്ല. അങ്ങനെ BJPയുടെയും ഒരു അവസ്ഥയുണ്ടല്ലോ. ശരത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ വളരെ ചുരുങ്ങിയ 1-2 ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. കാരണം ശരത്ത് പറഞ്ഞതുപോലെ അത് നമ്മൾ രാഷ്ട്രീയത്തിനധികമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാലും അല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്ന വിദഗ്ധരും ഇക്കാര്യത്തിൽ സംശയലേശമന്യേ അവർക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ 1-2 മണ്ഡലങ്ങൾ എടുക്കാം. അപ്പോൾ നേരത്തെ തന്നെ ശരത്ത് സൂചിപ്പിച്ച പാലോട് രവി, അദ്ദേഹം വാമനപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്ന് പകൽ വരെ കരുതിയിരുന്ന ഒരാളാണ്. അദ്ദേഹം മണ്ഡലത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ, കോൺഗ്രസിൻ്റെ സിസ്റ്റം അറിയാലോ, വ്യക്തിപരമായ ഇടപെടൽ വേണം. അപ്പോൾ അവിടെ ബൂത്ത് കൺവീനറെ അദ്ദേഹം ചുമതലപ്പെടുത്തി ഓരോ ബൂത്തിന് 2000 രൂപ വെച്ച് കൊടുത്ത് അവിടെ തെരഞ്ഞെടുപ്പ് വെള്ളയടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും പോസ്റ്ററിൻ്റെ പ്രിൻ്റ് ചെയ്ത് ഫ്ലക്സ് അടക്കം ക്രമീകരിച്ച് അദ്ദേഹം സ്ഥാനാർത്ഥിയായി അവിടുത്തെ സമുദായ നേതാക്കളെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ നിൽക്കുന്ന ഘട്ടത്തിലാണ് സുധീർ ഷാ പാലോട് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കല്ലറയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വിജയിച്ച സുധീർ ഷാ പാലോട് എന്ന ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായ ആൾ KC വേണുവിൻ്റെ പിന്തുണയോടുകൂടി പെട്ടെന്ന് ഏറ്റവും മുതിർന്ന നേതാവ്, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന MLA ആയിരുന്ന ഈ പാലോട് രവിയെ തഴഞ്ഞുകൊണ്ട് പെട്ടെന്ന് വരുന്നത്. അപ്പോഴേക്കും ഈ പാലോട് രവി നിയോഗിച്ച ആൾക്കാരെല്ലാം പിന്മാറുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു നിസ്സംഗത വരുന്നു. അതിനുശേഷം പുതിയ സ്ഥാനാർത്ഥി എത്തിയ ശേഷം അണികൾക്കുണ്ടാകുന്ന നിരാശയിൽ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങണം. അതാണ് ഒരു മണ്ഡലത്തിൻ്റെ കാര്യം. തൊട്ടടുത്ത മണ്ഡലമായ നെടുമങ്ങാട് അവിടെ പ്രാദേശികമായി പരിഗണിച്ചിരുന്ന ആനാട് ജയനെയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായി മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹവുമായി അടക്കം വ്യക്തിപരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം ആ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇതേ അവസ്ഥ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേ അവസ്ഥയിലേക്ക് അദ്ദേഹം പ്രവർത്തന രംഗത്ത് പോകുമ്പോഴാണ് മീനാങ്കൽ കുമാർ എന്ന CPIയിൽ നിന്ന് സംസ്ഥാന കൗൺസിൽ അംഗമായ അദ്ദേഹം കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് വരുന്നു. അടൂർ പ്രകാശ് അദ്ദേഹത്തിന് വേണ്ടി സീറ്റ് ഉറപ്പിക്കാൻ വാശി പിടിക്കുന്നു. KC വേണുഗോപാലിൻ്റെ അനുമതിയോടുകൂടി മീനാങ്കൽ കുമാർ എന്ന പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥി അവിടെ വരുന്നു. അപ്പോഴേക്കും അതേ അവസ്ഥ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇതേ അവസ്ഥയുണ്ടായി. ഇതുപോലെയാണ് നമ്മൾ ചിറയൻകീഴ് മണ്ഡലം എടുത്തു നോക്കിയാൽ, ചിറയൻകീഴ് മണ്ഡലത്തിലും രമ്യ ഹരിദാസിനെ ഇങ്ങനെ കൊണ്ടിറക്കുന്നു. അവിടെ പ്രാദേശികമായി ദളിത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട തലസ്ഥാന ജില്ലയിലെ ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് AK ശശി അടക്കം സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നതാണ്. അവർ പൂർണ്ണമായി പിൻവാങ്ങുന്നു. ഈ രമ്യ ഹരിദാസ് കൊണ്ടുവരുന്നു. അതേ അവസ്ഥ അവിടെയുണ്ട്. ഇത് കൊച്ചിയിൽ സമാനമായ അവസ്ഥയുണ്ട്. പലയിടത്തും നമ്മുടെ ജോസഫ് വാഴക്കിൻ്റെ കാര്യം പറഞ്ഞതാണ്. പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമായി ഈ പ്രശ്നമുണ്ട്. കൊല്ലത്ത് സമാനമായ പ്രതിഷേധമുണ്ട്. അത് ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള പുനരൂരുള്ള പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒന്നുകൂടി കൂട്ടി വായിക്കണം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കോൺഗ്രസിൻ്റെ കെ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെ കാലത്തൊക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു സമയമുണ്ടായിരുന്നു. 1.5 മാസക്കാലം 2 മാസത്തോളം ഈ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ വെച്ച് ഫ്ലക്സ് വെച്ച് പ്രഖ്യാപിച്ചതിന് ശേഷം പിൻവലിച്ച ചരിത്രമുണ്ട്. KP ധനപാലൻ്റെ ചരിത്രം ഇപ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. പക്ഷെ അന്ന് സമയമുണ്ടായിരുന്നു. ഇന്നത്തെ പ്രശ്നം പ്രഖ്യാപിച്ചതിന് ശേഷം സമയമില്ല. ഈ കൃത്യമായി സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനം പൂർത്തിയാക്കി ഗൃഹസന്ദർശനം അടക്കം നടത്താൻ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ അതിനുള്ള കടമ്പകൾക്ക് പോലും സമയമില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ BJP അടക്കം സമ്മതിക്കുന്നുണ്ട്. അതിനിടയിലാണ് ആദ്യത്തെ ഒരു 6 ദിവസത്തെ ഈ ഗ്യാപ്പ് വരുന്നത്. പിന്നെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്ത സ്ഥാനാർത്ഥിക്ക് അതിൻ്റെ നിലമൊരുക്കാൻ ഉള്ള ആഴ്ച ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി
ഇത് മനസ്സിലാക്കി ഈ പ്രവർത്തന രംഗം സജ്ജമാക്കി മുന്നോട്ട് പോകാനുള്ള സമയം UDF-നെ സംബന്ധിച്ച് അലട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം ശരത്ത് പറഞ്ഞ കാര്യം, അത് രാഷ്ട്രീയത്തിന് അതീതമായി പറയുന്നത്. കാരണം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനം എന്ന ആദ്യ മണിക്കൂറിൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപനം നടത്തുന്നു. അത് കഴിഞ്ഞുടൻ തന്നെ ഗോവിന്ദ മാസ്റ്റർ പ്രഖ്യാപനം നടത്തുന്നു. തൊട്ട് ഗോവിന്ദ മാസ്റ്റർ പ്രഖ്യാപനം നടത്തി തൊട്ട് AK സെൻറ്ററിൻ്റെ താഴെ ഇറങ്ങി അവിടെ നിന്ന് വട്ടിയൂർക്കാവിൽ നിന്ന് VK പ്രശാന്തിൻ്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ റോഡ് ഷോ തുടങ്ങിക്കഴിഞ്ഞു. തൊട്ടടുത്ത സ്ഥാനാർത്ഥികൾ പിറ്റേ ദിവസം റോഡ് ഷോ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കവലകളോടുള്ള സന്ദർശനം, സ്ഥാനാർത്ഥി പര്യടനം, വാഹന പര്യടനം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ ഗൃഹസന്ദർശനം 1 റൗണ്ടും 2 റൗണ്ടുകൾ പൂർത്തിയാക്കി. മണ്ഡലം കൺവെൻഷനുകൾ, നിയോജക മണ്ഡലം കൺവെൻഷനുകൾ കഴിഞ്ഞ് പഞ്ചായത്ത് തല കൺവെൻഷനുകളും LDF ഏറെക്കുറെ 80% പൂർത്തിയായി കഴിഞ്ഞു. അവശേഷിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നിയമത്തെ നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലും ഈ പറഞ്ഞ ആദ്യത്തെ വേഗം, ഇതൊരു റിലേ അല്ല, ഇതൊരു 100 മീറ്റർ സ്പ്രിന്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ബിലാൽ എഴുതുന്നത്, ബിലാൽ നിർഭനോട് പറയുന്നത് കോൺഗ്രസിൻ്റെ ഈ കഥകൾ പറഞ്ഞാലും തീരില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഓർക്കുന്ന ഇതാണ്, കഴിഞ്ഞ ദിവസം ന്യൂസ് ആൻഡ് വ്യൂസിൽ M സ്വരാജ് പങ്കെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡീല് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മുമ്പ് നിർഭൻ പറഞ്ഞ പോലെ ചരിത്രപരമായ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടം വന്ന് ചർച്ച അവസാനിപ്പിക്കാറായപ്പോൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുവന്ന ഗസ്റ്റ് അല്ലെങ്കിൽ പ്രതിനിധി ചോദിച്ചു, ഒരു വികസന കാര്യങ്ങളെങ്കിലും, ഒരു ഫ്ലാഗ്ഷിപ്പെങ്കിലും പറയാമോ എന്നൊരു ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നീട് എനിക്ക് ആ ന്യൂസ് ആൻഡ് വ്യൂസ് അരമണിക്കൂർ കൂടി നീട്ടേണ്ടി വന്നു. അതിൻ്റെ അവസാനം M സ്വരാജ് പറഞ്ഞു, സർക്കാരിൻ്റെ നേട്ടങ്ങൾ ചെയ്തത്, കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഇനിയും സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ഒരു വളരെ പോസിറ്റീവായ കാര്യമുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ബിലാൽ പറയുന്നത്. എന്താ വെച്ചാൽ കോൺഗ്രസ് കഥകൾ പറഞ്ഞാലും നിർഭൻ തീരില്ല, പോസിറ്റീവായ മറ്റു കാര്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറയുന്ന നിർഭൻ ബിലാലിൻ്റെ ഒരു വളരെ നല്ല രസകരമായൊരു കമൻ്റുണ്ട്. അവിടെയാണ് നിർഭൻ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. താരതമ്യമാണല്ലോ ജനങ്ങൾക്കിടയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം. അവിടെ ഇത്തവണ വളരെയധികം സിറ്റിംഗ് MLA-മാരെ CPIM മത്സരിപ്പിച്ചിട്ടുണ്ട്, LDF പൊതുവിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CPIM തന്നെയാണല്ലോ ലീഡ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണോ അവരുടെ ജനസ്വീകാര്യത? അതെന്ന് പറയുന്നത് ഈ സർക്കാരിനോടുള്ള ഒരു അപ്രോച്ചിൻ്റെ കൂടിയല്ല. സർക്കാർ നല്ലതാവുന്നത് കൊണ്ടല്ലേ MLA-മാർ നല്ലതാവുന്നു, അല്ലാതെ അവരുടെ ഏതെങ്കിലും വ്യക്തിപരമായ മികവല്ലല്ലോ. സർക്കാർ നല്ലതാവുന്നു, കാര്യങ്ങൾ ചെയ്യാനാവുന്നത് കൊണ്ടല്ലേ MLA-മാർ ആ നാട്ടിൽ നല്ലതാവുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ പറയുന്നത് കേട്ടു, സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്, പക്ഷേ ഇടതുപക്ഷ MLA-മാർക്കൊക്കെ നല്ല സ്വീകാര്യത. ഇതെങ്ങനെയാണ് ഒത്തുപോകുന്നത്? എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. ഇത്തരം വിചിത്രമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്ന നാടാണ്. അതുകൊണ്ടാണ് ഞാൻ നിർഭനോട് അതേക്കുറിച്ച് ചോദിച്ചത്, അല്ലെങ്കിൽ ബിലാൽ ചോദിച്ചത്. പോസിറ്റീവായി അതുകൂടി നമുക്കൊന്ന് സംസാരിച്ച് അനലൈസ് ചെയ്ത് നിർത്താം. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ബിലാൽ പറഞ്ഞതുപോലെ, ഒപ്പം തന്നെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നേമത്ത് പോയപ്പോൾ തുടങ്ങി വെച്ചതും ഇപ്പോൾ തുടരുന്നതും അവസാനിപ്പിച്ചതുമായ 900 കോടി രൂപയാണ്. നമ്മൾ പാറശാല മണ്ഡലത്തിൽ എത്തുമ്പോൾ 250 കോടിയാണ്. അതിൽ നമ്മളൊരു പാലം, നമ്മൾ കുമ്പിച്ചൽ കടവ് പാലം ഇന്ന് കേരളം മുഴുവൻ വൈറലാണ്. പെരുമ്പളം പാലം നോക്കട്ടെ. അപ്പോൾ ഓരോ മണ്ഡലത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് UDF-ഉം BJP-യും വികസന രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാൻ ഭയക്കുന്നു എന്ന ചോദ്യം, മണ്ഡലങ്ങളിൽ വികസനം ചർച്ച ചെയ്താൽ അതൊരു ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കൃത്യമായി നടത്തിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, സ്കൂളുകളുടെ നവീകരിച്ച ഏറ്റവും പുതിയ അത്യാധുനിക ബിൽഡിങ്ങുകൾ, ഒപ്പം തന്നെ ക്ലാസ് റൂമുകൾ പരിഷ്കരിച്ചത്, ഒപ്പം ആശുപത്രി കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകളുടെ വികസനം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഈ പറഞ്ഞ വാടക കെട്ടിടങ്ങൾ കഴിഞ്ഞിരുന്ന സർക്കാർ ഓഫീസുകളെല്ലാം സർക്കാരിൻ്റെ സ്വന്തം ബിൽഡിങ്ങുകളായി എല്ലാ അത്യാധുനിക സംവിധാനവും. ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള ഓഫീസുകളൊക്കെ നമുക്ക് ഓരോ സ്ഥലത്തും ജനത്തിന് അനുഭവവേദ്യമാണ്. അങ്ങനെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്രീകരിച്ചുള്ള ചർച്ച എന്തുകൊണ്ട് UDF ഭയക്കുന്നു? പിന്നെ ശരത്ത് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, MLA-മാർ മാത്രമല്ലല്ലോ, ഒരു സർക്കാർ 1-2 സർക്കാർ, പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായി കൃത്യമായ ദീർഘവീക്ഷണത്തോടെ നടത്തിയ പദ്ധതികളുടെ പൂർത്തീകരണമാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക ഉപരോധവും മറികടന്നുകൊണ്ട് MLA-മാർ മികച്ച MLA-മാർ ആയി മാറുകയും മന്ത്രിമാർ മികച്ച മന്ത്രിമാരായി മാറുകയും അതിനെയെല്ലാം കേന്ദ്രീകരിച്ച് നയിക്കുന്ന ക്യാപ്റ്റൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അത് കൃത്യമായി ദിശാബോധത്തോടെ നടപ്പിലാക്കിയെന്നതാണ്. അതിൻ്റെ വിലയിരുത്തൽ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ മനസ്സിലാവും. നമ്മൾ സാധാരണ മനുഷ്യരോടൊക്കെ സംസാരിക്കുമ്പോൾ, വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് പല കാര്യങ്ങൾ, അതായത് നമ്മൾ പ്രാദേശികമായി ഈ ഒരു സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു താരതമ്യം വരുമല്ലോ, അതിൽ ചില പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ സർക്കാരിൻ്റെ വിലയിരുത്തൽ സംബന്ധിച്ച്
പ്രവർത്തിച്ച് വികസനം കൊണ്ടുവന്ന ഒരു സർക്കാരാണ്, ക്ഷേമപ്രവർത്തനങ്ങൾ ഈ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്ന സർക്കാരാണ് എന്ന് ഈ പറയുന്ന നിഷ്പക്ഷമായി നിൽക്കുന്ന വോട്ടർമാരും അവരുടെ മനസ്സിലുള്ളത് ആർക്കാണ് വോട്ട് ചെയ്യുന്ന കാര്യം എല്ലാ വോട്ടർമാരും റിവീൽ ചെയ്യില്ലല്ലോ ശരത്തെ. നമ്മൾ ചോദിച്ചാൽ പറയില്ല. പക്ഷേ നമ്മൾ പ്രേക്ഷകരെ കൂടെ ഒരു നിമിഷം നിർഭൻ, സമയക്കുറവ് കൂടിയുണ്ട്. അതിനിടയിൽ ഗ്ലാഡിസി ചോദിക്കുന്നുണ്ട്, കോവളത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ഭഗത് റൂഫസ് അവസാനം വന്നൊരു സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ സുധീർ കരമനെ പോലെ തിരുവനന്തപുരം സെൻട്രലിൽ ഏറ്റവും അവസാന സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്ന ആളുകളാണ്. നന്നായി പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് കോവളം മണ്ഡലം എന്നാണ് ഗ്ലാഡിസിൻ്റെ ചോദ്യം. ഒന്ന് ചുരുക്കി പറയൂ. തീർച്ചയായും ആ പ്രേക്ഷകരുടെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാം. കാരണം അവസാന നിമിഷത്തിൽ വന്ന 2 സ്ഥാനാർത്ഥികളുണ്ട്. 2 പേരും വളരെ പെട്ടെന്ന് ഓടി കളം നിറയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഈ ഭഗത് റൂബസിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു. യുവാവ് എന്നുള്ള ഇത് വലിയ തരത്തിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം ജില്ലയിലെ KC വേണുഗോപാലിൻ്റെ ആദ്യ എയും രണ്ടാമത് KC വേണുഗോപാലിനൊപ്പം ചേർന്ന വിൻസെൻ്റ് അവിടെ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റ് മണ്ഡലങ്ങളിലേക്കോ പ്രചരണത്തിനൊന്നും പോകാൻ കഴിയുന്നില്ല. അദ്ദേഹം UDF ക്യാമ്പിനെ സംബന്ധിച്ച ശേഷം ഭഗത് റൂബസ് എന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയ സ്വീകാര്യത യുവാവാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സ്വീകാര്യനായ ആ മണ്ഡലത്തിൽ സ്വീകാര്യനായ ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു തരത്തിലുള്ള വിരുദ്ധ അഭിപ്രായം വോട്ടർമാർക്കില്ല. നെഗറ്റീവായ വലിയ തരത്തിലുള്ള വിമർശനം അവിടുത്തെ സിറ്റിംഗ് MLA M വിൻസെന്റിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് ആയി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ സംഘടിതമായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനം നേരിട്ട സ്ഥാനാർത്ഥിയാണ്. അതിന്റെ അഡ്വാൻറ്റേജ് മുഴുവൻ അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തവണ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന LDF പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ കോവളം ഭഗത് റൂബസ് മത്സരിക്കുന്ന മണ്ഡലം. ശരത്. ശരി നിർഭൻ, ഏതായാലും നമുക്ക് എല്ലാവരിലേക്കും എല്ലായിടത്തേക്കും പോകേണ്ടതുണ്ട്. പക്ഷേ ആ സമയത്തിനുള്ളിൽ നിർഭൻ തിരുവനന്തപുരത്തിൻ്റെ ഒരു പൊതുചിത്രം വളരെ നന്നായി തരികയുണ്ടായി. അതുപോലെ തന്നെ ഈ സമയത്ത് എന്തുകൊണ്ടാണ് UDF എങ്ങനെ ഇരിക്കുന്നു, BJP സ്ഥാനാർത്ഥികൾ എങ്ങനെ, ഇവരെക്കുറിച്ച് ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, ഇതിനിടയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മികവ് ജനങ്ങൾ എടുക്കുന്നുണ്ടോ, ഈ താരതമ്യമൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഘട്ടവും പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളെയൊക്കെ ജനങ്ങൾ അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളെയും മുന്നണികളെയും ഒക്കെ കുറെ കൂടി നന്നായി മനസ്സിലാക്കാനും വോട്ടർമാരുടെ താരതമ്യത്തിനും അത് സഹായകരമാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ അന്തഃപുര കഥകളെന്നോ അണിയറ നാടകങ്ങൾ എന്നൊക്കെ പറയുന്നതിന് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ദിവസവും വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ആകുമ്പോൾ അതിന് എപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. കാരണം അസംതൃപ്തർ ഒരുപാടുണ്ട്, കാലുവാരലുകളുണ്ട്, ഒരുപിടി ആളുകൾ മത്സരിക്കാൻ നിൽക്കുന്നു. അതിനെ ഒന്നും സംഘടിതമായി സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകാൻ നേതൃത്വത്തിന് ഒരു കാലത്തും കഴിയാറില്ല. വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കും, ടീം UDF എന്നൊക്കെ പറയും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ എല്ലാം പഴയ പടി തന്നെയായിരിക്കും. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറിയൊക്കെ ആളുകളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പലയിടങ്ങളിലും സ്ഥാനാർത്ഥിത്വത്തിൽ അത് കാണുന്നു. എല്ലായിടവും എന്നല്ല പറയുന്നത്, പലയിടത്തും പണ്ട് കണ്ടതൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നതുകൊണ്ടാണ് അത് പറഞ്ഞു പോകുന്നത്.